റേഡിയോ മലയാളം 98.6 ഇതാണ് നമ്മളിങ്ങനെ ടേക്ക് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെയുള്ളത് സ്വന്തം ചങ്ങായി ജിബിൻ. എക്കോ മൂവിന്റെ വിശേഷം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എക്കോ മൂവി ഒരു രക്ഷയില്ല, അതിഗംഭീരമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണെന്നൊക്കെയുള്ള സാധനം ഞാൻ പറഞ്ഞു. ഇപ്പോഴേ ഇത് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ദിൻജിത്ത് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. നമസ്കാരം. നമസ്കാരം ചേട്ടൻ. ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ആ ഒരു പേര് ഒരു ബ്രാൻഡായിട്ട്, എന്താ പറയാ, ഒരു പ്രോമിസിംഗ് ബ്രാൻഡായിട്ട് ഉറപ്പിക്കാന്നുള്ളത് എക്കോ മൂവി ഉറപ്പ് നൽകുകയാണ്. ശരിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ പടം. വളരെ ഇഷ്ടമായി. മസ്റ്റായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെ ഫീൽ ചെയ്തു. അപ്പോൾ ഈ ഒരു സിനിമ ശരിക്കും എന്താ പറയാ, എന്താണ് ഈ സിനിമയെ പറ്റിയിട്ട് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം ഞാനിവിടെ പറഞ്ഞു ഭയങ്കര ലിമിറ്റഡ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് കുറെ സസ്പെൻസ് കളയണ്ടെന്നുള്ള രീതിയിൽ. എന്താ പറയാ, ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. അപ്പോ അത് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തുനിന്ന് ഒരു മലയാളത്തിൽ ഈ ഒരു എന്താ പറയുക വിഷ്വൽ ട്രീറ്റ്, ഒരു ടെറൈൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മൂവി അടുത്ത കാലത്ത് വന്നതിനൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു എന്താ പറയുക കാഞ്ഞാറ് ഇങ്ങനെ ഉളുപ്പുണ്ണി കുളമാവെന്നെല്ലാം പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അത്രയും അഡ്വഞ്ചറസ് ഷൂട്ടായിരുന്നു ആക്ച്വലി. അപ്പോൾ അതിന്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂവി കണ്ടാൽ മനസ്സിലാവും ആക്ച്വലി അതിന്റെ എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരുന്നു. ആ ഒരു പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, മീൻസ് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഫീവർ അല്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് കൂടെ നമ്മൾ വേറെ വഴിയില്ല, നമുക്ക് ഷൂട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. കഥാപരമായിട്ടും നമുക്കത് എല്ലാം കൊണ്ടും ബ്ലെസ്ഡ് ആയിരുന്നു. നമ്മൾ ഇതൊരു എന്താ പറയാ, നമ്മൾ സ്ക്രിപ്റ്റ് വൈസ് നമ്മൾ മുന്നേ നമ്മളൊരു ഡ്രൈ ടൈമിൽ ചെയ്യേണ്ട ഒരു കഥയായിരുന്നു. പക്ഷെ നമ്മൾ കണ്ട ലൊക്കേഷനിലും ഒരു ടൈം കഴിഞ്ഞപ്പോൾ നമുക്ക് മഴ വന്നതിന് ശേഷം ടോട്ടലി ദാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ആ ടെറൈൻ ഫുൾ പച്ചപ്പായി മാറി. അതില് പിന്നെ ഷൂട്ട് നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ ചെയ്തു എന്നുള്ള ആ ഒരു അവസ്ഥയിൽ തന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് നമുക്ക് അതിന്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും അതിനെപ്പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രക്കും വിഷ്വൽ ട്രീറ്റ് തന്ന ഒരു മൂവി അടുത്ത കാലത്തൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പല ആൾക്കാരും വിളിച്ചു പറയുന്നത്. ഈവൻ കഥാപരമായിട്ടും ബാഹുലിന്റെ സ്ക്രിപ്റ്റ് അറിയാലോ, ലൈക്ക് അതിനെ ഒരു മിസ്റ്ററി എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായിട്ട് കോർത്തിണക്കി പോകുന്ന ഒരു പ്ലോട്ടായിരിക്കും ബാഹുലിന്റെ. അത് നല്ല രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ എന്തായാലും തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവിയാണ്. നിങ്ങൾ കണ്ട അഭിപ്രായം പറയുക. തീർച്ചയായിട്ടും ബാഹുൽ രമേശ് എന്ന് പറയുന്ന ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോർഡിനേഷൻ, ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ സിനിമയിൽ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ഇൻപുട്ട്, അതായത് സംവിധാനത്തിന്റെ രംഗത്തേക്ക് അദ്ദേഹത്തിന്റെയോ തിരക്കഥയിലേക്ക് താങ്കളുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്രത്തോളമാണ്? അതെ, എപ്പോഴും ബാഹുല് ഒരു കഥ നറേറ്റ് ചെയ്യാറില്ല, എപ്പോഴും എനിക്ക് വായിക്കാനേ തരാറ്. അപ്പോൾ വായിച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു എനിക്കെപ്പോഴും ഹൈ കിട്ടാറില്ല. ലൈക്ക് അയ്യോ ഇത് എന്താ പറയുക, ഒരു അൺയൂഷ്വൽ സ്റ്റോറി ആയിരിക്കും ബാഹുൽ എപ്പോഴും നറേറ്റ് ചെയ്യുക. അപ്പോ അത് എപ്പോഴും നമ്മളൊരു കിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോ എന്തോന്നറിയില്ല, ബാക്കി പല കഥകൾ കേട്ടാലും എനിക്കങ്ങനെ കിട്ടാറില്ല. ബട്ട് ബാഹുലിന്റെ എടുക്കുന്ന എപ്പോഴും ഞാൻ കേൾക്കുന്ന കഥകളെല്ലാം നമ്മള് ഭയങ്കര ഇപ്പൊ നമുക്കത് ചാലഞ്ചും കൂടിയാണ്, മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എഴുതിയത് എങ്ങനെ എടുത്ത് ഫലിപ്പിക്കുന്നുള്ള ഒരു എന്താ പറയുക, ഒരു എപ്പോഴും ഒരു ടെൻഷനാണ്. ആ ടെൻഷനാണെന്ന് തോന്നുന്നു അത് നമുക്ക് ഒരു ഡ്രൈവ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതാണ് അവന്റെ എഴുത്തും അവന്റെ തോട്ട്സും എപ്പോഴും ഞാൻ കണക്റ്റഡ് ആണ്. ലൈക്ക് എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ നമ്മള് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളും അവന് പെട്ടെന്ന് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളും പെട്ടെന്ന് കണക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗിവ് ആൻഡ് ടേക്കുള്ള ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൊണ്ടും ഒരു കോംബോ ആയി തീർന്നു എന്നുള്ളതാണ്. ഇനി പിന്നെ എല്ലാം പ്രേക്ഷകന്റെ കയ്യിലാണല്ലോ. അവർക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഓക്കെ ഇത് ഇത്രയും വലിയ ഫസ്റ്റ് ഇപ്പൊ കിഷ്കിന്താണ്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 3 ദിവസം എടുത്തു കിഷ്കിന്താണ്ടിനെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കാർ ഇറങ്ങാനായിട്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ തിയേറ്റർ ഫുള്ളായിരുന്നു. അപ്പൊ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്, നമ്മുടെ കഥയെ വിശ്വസിക്കുന്നു, നമ്മളെ മേക്കിംഗ് വിശ്വസിക്കുന്നു എന്നുള്ള ഒരു കോൺഫിഡന്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എല്ലാം ഗോഡ് ഗ്രേസ്. തീർച്ചയായിട്ടും. അതിന് വേറൊരു കാര്യം ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിൽ പട്ടികളുടെ ഒരു പ്രാധാന്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ഡോഗ്സ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഭാഗമാണെന്നത്. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ട്രെയിനിങ്, ആ ഒരു പരിപാടി എങ്ങനെയായിരുന്നു അവരെ ഉൾക്കൊള്ളിച്ചതിൻ്റെ? അതെ, ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ ഒരു സിഗ്നിഫിക്കന്റ് ക്യാരക്ടറാണ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മറ്റു പല ക്യാരക്ടേഴ്സിനെയും പോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അപ്പൊ ആ ഡോഗിനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് ഒരു ബ്രീഡ് വേണം എന്നുള്ള, നമ്മുടെ കഥാപരമായിട്ട് ബ്രീഡ് വേണം എന്നുള്ള ഒരു സംഭവം. പക്ഷെ ആ ബ്രീഡ് എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെങ്കിൽ അതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് കളർ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ വേണം എന്നുള്ള. അപ്പൊ അതിന്റെ ഒരു റിസർച്ച് ആയിരുന്നു കുറച്ചു കാലം.
അപ്പൊ അതിൽ നമുക്കൊരു ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജിജേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാലാട്ടി എന്ന് പറഞ്ഞ മൂവിന്റെ ഡോക്ടറിനെ നമ്മൾ പരിചയപ്പെടുന്നു. അങ്ങനെ മൂപ്പരുമായിട്ട് സംസാരിക്കുന്നു. മൂപ്പരാണ് ഒരു ദിവസം പറയുന്നത് നമുക്ക് ഈ ഒരു ബ്രീഡ് നമുക്ക് നന്നായിട്ടുണ്ടാവും, ഈ ഒരു കളറില്. പക്ഷെ എന്താ സംഭവം എന്ന് പറയുന്ന നമ്മുടെ നാടൻ നായ്ക്കൾക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇണങ്ങില്ലല്ലോ. അപ്പൊ അത് നമുക്കൊരു പിന്നെയൊരു ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ഇതിനെ കിട്ടുക എന്നുള്ള ഒരു ചാലഞ്ച് ഫസ്റ്റ്. ഇത്രയും നായ്ക്കളെ നമുക്ക് ഒരു ടൈമിൽ നമുക്ക് വേണം. അത് മാത്രമല്ല അതിനുശേഷം ഇവര് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം ഇതിന് ട്രെയിനിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. അപ്പൊ അതിന് ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതും വലിയൊരു മോസ്റ്റ്ലി എല്ലാ പടങ്ങളിലും ഏതെങ്കിലും ഒറ്റ നായോ രണ്ട് നായ്ക്കളോ ഉണ്ടെങ്കിൽ ആ നായ്ക്കളെ ചില ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇങ്ങനെ നാടൻ നായ്ക്കൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് നമ്മൾ ആദ്യം അന്വേഷിച്ചു. പക്ഷെ ഒരു ഇടത്തിലും ഇല്ല. അപ്പൊ നമുക്ക് പർട്ടിക്കുലർ കളർ ഒരു നായ്ക്കളെ വേണം എന്നുള്ള മനസ്സിലായി. അപ്പൊ അതിനുശേഷം അതിനെ ഒരു റിസർച്ച് ആയിരുന്നു. നമ്മൾ ADs കൊണ്ട് നമ്മൾ പലയിടത്തും നമ്മൾ സഞ്ചരിപ്പിച്ചിട്ട് അങ്ങനെ ആ നായ്ക്കളെ കൂട്ടായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കനലിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ ആ സെലക്ട് ചെയ്തതിനു ശേഷം ഈ ജിജേഷ് അങ്ങ് അവിടേക്ക് വിട്ടിട്ട് അതിനെല്ലാം അവരുടെ അടുത്തേക്ക് തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്ലേസിൽ നിന്ന് ഒരു ട്രെയിനിങ് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ പർട്ടിക്കുലർ സീനിന് വേണ്ട കൊറിയോഗ്രാഫി നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഓണം ഈ ടൈപ്പില്. പിന്നെ അതിന് അഗ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പല്ലെങ്ങനെ മീൻസ് അത് സൗണ്ട് ഉണ്ടാക്കുന്നതിലും എങ്ങനെ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ നായ്ക്കളെ ഒരിക്കലും അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് ഓരോ ഇൻസ്ട്രക്ഷൻ ഇവരെ ഓരോ ടെക്നിക്സ് ഉണ്ട്. ലൈക്ക് ടോയ്സിനെ കൊണ്ട് അതിന്റെ ഒരു ശബ്ദം ചില സമയം ഇതിനെ ഇറിറ്റേറ്റ് ആക്കും. അപ്പൊ ആ ശബ്ദം കേൾക്കുമ്പോൾ ഇത് ഇറിറ്റേറ്റ് ആയിട്ട് വായി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ എന്താ കാർന്ന് അങ്ങനത്തെ ചെറിയ ചെറിയ ടെക്നിക്സ് എല്ലാം കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അപ്പൊ ജിജേഷിന്റെ ഒരു ടാലന്റ് തന്നെയാണ് നിങ്ങളിപ്പം കണ്ട ഔട്ട്പുട്ട്. ഒരു എന്താ പറയാ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ഫുള്ളായിട്ട് മഴയും കാറ്റും ഉള്ള സമയത്ത് ഈ നായ നമുക്ക് സപ്പോർട്ടായിട്ട് പോലും നിന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ബ്ലെസ്ഡ് ആണ് എല്ലാ രീതിയിലും. എല്ലാം ഔട്ട് വരുമ്പോഴാണ് നമുക്കിപ്പോ ഒരു വളരെ സന്തോഷം തോന്നുന്നത്. അതുപോലെ തന്നെ ഇതില് നമ്മുടെ മലാത്തി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ള ബിയാന മോമിൻ എന്ന് പറയുന്ന സോയി, അവര് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്? അവര് എങ്ങനെയാണ് കണക്ട് ചെയ്തത് എന്നുള്ളത് പറയോ? ബിയാന മോമിൻ ആക്ച്വലി നമ്മൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്യാരക്ടറിന്റെ ഇമ്പോർട്ടൻസ് അറിയാലോ, പടം കണ്ടാലും മനസ്സിലാവും. അപ്പൊ ആ ക്യാരക്ടറിനെ നല്ല ഒരു ആക്ടറിനെ കിട്ടുക എന്നുള്ള ഒരു വലിയൊരു ചാലഞ്ചാണ് നമുക്ക് ഉണ്ടായിരുന്നു. ആ ചാലഞ്ച് ഞാൻ ഇതിന്റെ നമ്മളിങ്ങനെ ആർട്ടിസ്റ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആദ്യം തന്നെ നമുക്ക് മലേഷ്യൻ ആർട്ടിസ്റ്റ് ആണല്ലോ വേണ്ടത്. അപ്പൊ മലേഷ്യൻ എന്നുള്ളതാണെങ്കിൽ നമുക്ക് ചില സമയം എന്തായാലും മലയാളം പറയണം. അപ്പോൾ നമുക്കത് പ്രശ്നമാവും എന്നുള്ള മനസ്സിലായിട്ട് നമ്മൾ ഓക്കെ നമ്മുടെ ഓൺ ലാംഗ്വേജിലുള്ള മീൻസ് ഇന്ത്യയിൽ തന്നെ ഒരാളെ എടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് നമ്മൾ മേഘാലയ എന്നാണ് നമുക്ക് ഈ സീനെ കിട്ടുന്നത്. അപ്പോ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റോ ടോമി, നമ്മുടെ ഉള്ളൊഴുക്കിന്റെ ഡയറക്ടർ എന്നോട് ഞാൻ ഒരു ദിവസം സംസാരിച്ചപ്പോ എന്താ ക്രിസ്റ്റോ ആക്ച്വലി കൊൽക്കത്ത ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചതാണ്. അപ്പൊ കുറച്ചും കൂടി ഈ ആ ഒരു നോർത്ത് ഈസ്റ്റ് ബെൽറ്റ് ഒരു കണക്ഷൻ ഉണ്ടാവുന്നുള്ള മനസ്സിലാക്കിയിട്ട് ക്രിസ്റ്റോ ടോമിനോട് സംസാരിക്കുന്നത്. ക്രിസ്റ്റോ ടോമിയാണ് ഇങ്ങനെ ഒരാളുണ്ട്, പക്ഷേങ്കില് കൂടുതൽ ഷോർട്ട് ഫിലിംസ് ഒന്നും അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഫോട്ടോ അയച്ചുതരാൻ ഞാൻ ചോദിച്ചപ്പോ ഒരു ഫോട്ടോ അയച്ചിരുന്നു. അവന്റെ ഫ്രണ്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല, നമ്മളിപ്പോ പെർഫോമൻസ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ ഫോട്ടോ കണ്ടപ്പോ തന്നെ അതിലുള്ള പെർഫോമൻസിലെ ഒരു ക്യാരക്ടറിന്റെ ഫോട്ടോ കണ്ടപ്പോ ഞാൻ അപ്പം തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്തു ഓക്കെ ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചെടുത്തത്. അപ്പൊ ബാഹുലിനെ കഴിഞ്ഞ് ബാഹുലു ഡൺ ഓക്കെ ഇത് തന്നെ. പക്ഷെ എന്നാൽ കൂടെ നമുക്ക് ഈ ഒരു പെർഫോമൻസ് കാണാത്തതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനാണ്. അപ്പൊ നമ്മൾ വിചാരം ഓക്കെ എന്തായാലും നമുക്കിത് ഒന്ന് അവിടെയുള്ള സ്ഥലങ്ങളിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, ഓഡീഷൻ വെക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ എന്റെ പ്രൊഡ്യൂസറായ ജയറാമിനോട് പറയുമ്പോൾ ജയറാമിന്റെ ഫ്രണ്ട് ഒരു ജിതിൻ എന്ന് പറഞ്ഞിട്ടൊരു കേണലുണ്ട് നോർത്ത് ഈസ്റ്റില്, അവിടെ മണിപ്പൂരിലാണ്, നാഗാലാൻഡില് അയാൾ കേണലാണ്. അപ്പൊ അയാളുടെ സഹായത്തോട് കുറെ പേര് നമ്മൾ അവിടുത്തെ മണിപ്പൂരും മേഘാലയയും എല്ലാം ആ ബെൽറ്റിൽ എല്ലാവരെയും വിളിച്ചിട്ട് അവിടുത്തെ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് ഞങ്ങളൊരു ഓഡിഷൻ വെച്ചപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഒന്ന് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല, ഓൺലി ദർ ലാംഗ്വേജ്, ദർ ട്രൈബൽ ലാംഗ്വേജ്. അപ്പൊ ആ ലാംഗ്വേജ് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമായി പറയാം. നല്ല ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നം. എന്താ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ പേരക്കുഞ്ഞിന് അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും സഹായത്തിന്, അവരോട് പറഞ്ഞു കൊടുത്തിട്ട് അവര് നെക്സ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഭയങ്കര
അപകടമായിട്ട് തോന്നി. അപ്പൊ എല്ലാവരെയും നമ്മൾ റിജക്ട് ചെയ്തു. അപ്പൊ ഭയങ്കര നിരാശയായിരുന്നു എന്ത് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സ്ത്രീ മാത്രം, നമ്മളിപ്പോൾ അഭിനയിച്ച ബിയാന എന്ന് പറഞ്ഞ സ്ത്രീ മാത്രം ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ് ആക്ച്വലി. അപ്പോ ഓൺലി തിങ് ഈസ് നമ്മൾ പെർഫോമൻസ് കണ്ടിട്ടില്ല. അപ്പൊ ഓഡീഷൻ വെച്ചപ്പോൾ നമുക്ക് ടീച്ചറിന്റെ കുറെ മാനറിസം, ചില നോട്ടം, ഇങ്ങനെയുള്ള ഇതെല്ലാം നമുക്കൊരു ഒരു കറക്റ്റ് നമ്മളെ ഹാപ്പിയായിട്ട് തോന്നി തുടങ്ങി. പിന്നെ ഞങ്ങൾ ചെറിയൊരു ഓഡീഷന്റെ ചെറിയ സീൻസ് എല്ലാം വെച്ചപ്പോൾ അവര് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തു. അപ്പൊ തന്നെ പിന്നെ ധൈര്യമാണ്. പിന്നെ നമ്മൾ ഇവിടെ എത്തി അവരെ ഷൂട്ടിന്റെ ഒരു 1 month മുന്നേ ഇവിടെ കൊണ്ടുവന്നു ട്രെയിനിങ് ചെയ്യിപ്പിച്ചു. ട്രെയിനിങ് ഒരു അഞ്ജലി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ആയിരുന്നു അവരെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചത്. എല്ലാം കൊണ്ടും എല്ലാം ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ആയിട്ട് മാറിയത്. അപ്പൊ ഇപ്പൊ എല്ലാവരും ലാത്തി ചേർത്തിനെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ തിയേറ്റർ വിസിറ്റിന് വന്നതാണ്. പല ആൾക്കാരും ലാത്തി ചേർത്തി എവിടെയാന്ന് ചോദിക്കുന്നത്. അവരുടെ പെർഫോമൻസ് അത്രക്കും ആൾക്കാർക്ക് ഇടയിൽ ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. എന്തായാലും വളരെയധികം സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും, അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു.